നമ്മൾ ശരിക്കും ആനയെ ഇണക്കുകയല്ല ചെയ്യുന്നത്, അതിനെ ചെയ്യുന്നത് മെരുക്കുകയാണ് ചെയ്യുന്നത്. ചട്ടം പഠിപ്പിച്ചിട്ട്, യഥാർത്ഥത്തിൽ ഉപദ്രവിച്ചിട്ട്, അതിനെ വേദനിപ്പിച്ചിട്ട്, അതിനെ ഭയപ്പെടുത്തിയിട്ട് നമ്മുടെ വരുതിയിലാക്കുന്ന പണിയാണ്. അത് അതിൻ്റെ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. തനി സ്വഭാവത്തിലേക്ക് മടങ്ങും. അതിന് തനി സ്വഭാവത്തിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, ഈ മനുഷ്യനോട് തന്നെ എന്താണ് നമ്മളിപ്പം ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ രാവിലെ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് ഈ വെയിൽ കായരുത്, അത് കൊള്ളരുത് എന്നൊക്കെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ജീവിയാണ് ആന. അതിൻ്റെ ദേഹത്ത് ഇതൊക്കെ വന്ന് കൊള്ളുമ്പോൾ മനുഷ്യന് പൊള്ളുന്നില്ല. ആനകളെ ഇങ്ങനെ നിരത്തി നിർത്തുന്നതിനെക്കുറിച്ച് വാചാലരാകുന്ന ആനപ്രേമികൾക്കാണ് യഥാർത്ഥത്തിൽ മതമിളകിയിട്ട് അവരാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഈ ആഘോഷത്തിൻ്റെ പേരിൽ നമ്മളെല്ലാത്തിനെയും വിശുദ്ധവൽക്കരിക്കപ്പെട്ടിട്ട് ആ പാവം ജീവിയുടെ നിലവിളി പോലും കേൾക്കാതെ പോവുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഈ ചൂടുള്ള സമയത്ത് എഴുന്നള്ളിപ്പിക്കുന്നതിന് മാത്രമല്ലെന്നേ തടസ്സം യഥാർത്ഥത്തിൽ വേണ്ടത്. ആ സമയത്ത് അതിനെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തടയപ്പെടേണ്ടതാണ്. ഈ രാജ്യത്ത് നാട്ടാന പരിപാലന ചട്ടങ്ങൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. യഥാർത്ഥത്തിൽ സമ്മർദ്ദങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആനയെ എങ്ങനെ പീഡിപ്പിക്കാം എന്നതിനെ ലളിത യുക്തികൾ ആ നിയമം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കി കൊടുക്കുകയാണ് അധികാരികൾ അടക്കം എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ തീക്ഷ്ണമായ ഉഷ്ണകാലത്ത് ആനകളെ കൊടിയ പീഡനങ്ങൾക്ക് നമ്മൾ ഇരയാക്കാതെ മാറി നിൽക്കണം. കാരണം ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി, ഇപ്പോൾ ഒരു ഉത്സവ സീസണുകളാണ് വരുന്നത്, ഇതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവസരം മുതലാക്കാനുള്ള ആനയുടമകളും അവരുടെ ഏജന്റുമാരുമൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇടപെടേണ്ട സമയത്ത് നമ്മുടെ അധികാരികൾ ഇടപെടണം എന്നുള്ളതാണ്. കാരണം ആനക്കച്ചവടം എന്നത് ഒരു വലിയ കമ്പോളമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. എന്നൊക്കെ ഇരിക്കെ അധികൃതർ കണ്ണു തുറക്കുക കൂടി വേണം എന്നുള്ളതാണ് വസ്തുത.